യുദ്ധവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഏഷ്യയിലെ ജനങ്ങൾ. എന്നാൽ യൂറോപ്പിൽ നല്ല സമാധാനവും സമ്പൽ സമൃദ്ധിയുമുണ്ട്. ഏഷ്യയിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പല രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറ്റം ഉണ്ടാകുന്നത്. എന്നാൽ ഏഷ്യക്കാർ യൂറോപ്പിലെത്തുന്നതോടുകൂടി അവിടെ കലാപം അഴിച്ചുവിടുകയും ഏഷ്യൻ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യും. സമാധാനം നിറഞ്ഞ ഡെൻമാർക്കിലും സ്വീഡനിലും ഫിൻലാൻഡിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഫ്രാൻസിലും അശാന്തിയുടെ വിത്തുകൾ പാകിയത് ഏഷ്യക്കാരാണ്. എന്ന് മാത്രമല്ല, ഏഷ്യക്കാരുടെ അത്യാഗ്രഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുവാനും ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിലെ പ്രധാനമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുവാനും വരെ കാരണമായി. ഏഷ്യക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ യൂറോപ്പിനെ പറ്റിയ അബദ്ധം അറബികളുടെ ഒട്ടകത്തിന്റെ മൂക്ക് എന്ന പഴഞ്ചൊല്ലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റും. പണ്ട് മരുഭൂമിയിലെ കൂടാരത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഒരു അറബിയോട് ഒരു ഒട്ടകം തൻ്റെ മൂക്ക് കൂടാരത്തിനകത്ത് കയറ്റിവെച്ച് കൊള്ളുവാനുള്ള അനുവാദം ചോദിച്ചു. വമ്പിച്ച ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല, മൂക്ക് മാത്രമേ വെക്കുകയുള്ളൂ എന്നാണ് അറബിയോട് ഒട്ടകം പറഞ്ഞത്. പാവപ്പെട്ട ഒട്ടകത്തോടുള്ള സഹതാപം കൊണ്ട് മൂക്ക് കൂടാരത്തിലേക്ക് കയറ്റി വെക്കുവാൻ അറബി സമ്മതിച്ചു. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ തല മുഴുവൻ കയറ്റി വെക്കണമെന്ന് ഒട്ടകം വീണ്ടും ആവശ്യമുന്നയിച്ചു. ഇതും അറബി അനുസരിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുൻകാലുകളും അതിനുശേഷം പുറങ്കാലുകളും കൂടി കയറ്റി വെക്കുവാൻ ആവശ്യപ്പെടുകയും അറബിയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഒട്ടകം അറബിയെ ചവിട്ടിപ്പുറത്താക്കി കൂടാരം മുഴുവൻ സ്വന്തമാക്കുകയും ചെയ്തു. ഏഷ്യക്കാർ യൂറോപ്പിൽ ചെയ്തത് ഇത് തന്നെയാണ്. ജോലിയില്ല, കൂലിയില്ല, യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് വലിഞ്ഞു കയറി യൂറോപ്പിൽ വരികയും യൂറോപ്പിലെ സമാധാനം നിറഞ്ഞ ജീവിതത്തിൽ കാലുഷ്യമുണ്ടാക്കുകയുമാണ് ഏഷ്യക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് അടുത്ത കാലത്തായി ഏഷ്യക്കാരെ രാജ്യത്തിനകത്ത് കയറ്റുവാനും ജോലിക്കാരായി വെക്കുവാനും യൂറോപ്പിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായത്. ഇംഗ്ലീഷിൽ ഗിവ് ദം ആൻ ഇഞ്ച് ദേ വിൽ ടേക്ക് എ മൈൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കുടിയേറ്റക്കാർക്ക് ഒരു ഇഞ്ച് സ്ഥലം കൊടുത്താൽ അവർ പിന്നീട് ഒരു മൈൽ സ്ഥലം കൈക്കലാക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ പന്നിയെ ബെഡിനടിയിൽ കിടക്കാൻ അനുവദിച്ചാൽ നാളെ പന്നി ബെഡിൽ കയറി കിടക്കും എന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ മലയ് ഭാഷയിൽ കോഴിയെ ദാനം കൊടുക്കുമ്പോൾ തുടഭാഗം എനിക്ക് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിൻലൻഡിലെ ഭാഷയിൽ നിങ്ങൾ ചെകുത്താന് ചെറുവിരൽ കടിക്കാൻ അനുവാദം കൊടുത്താൽ പിന്നീട് കൈ മുഴുവൻ കടിച്ചു തിന്നാൻ തുടങ്ങും എന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. മെക്സിക്കോയിലെ ജനങ്ങൾക്കിടയിൽ സ്പാനിഷ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ല് ഇത്തരത്തിലാണ്: നിങ്ങൾ ശത്രുവിന് കയ്യിൽ പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ കാലോടെ നിങ്ങളെ മറിച്ചിടും. ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു പഴഞ്ചൊല്ലിൽ പണിക്കാരെ വീട്ടിനകത്ത് കയറ്റിയാൽ അവർ ബെഡിൽ കയറി കിടക്കും എന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. ജോർജിയൻ ഭാഷയിലെ ഒരു പഴഞ്ചൊല്ലിൽ പാനിനെ കാലിൽ കയറുവാൻ അനുവദിച്ചാൽ താമസിയാതെ തലയിൽ കയറി ശല്യം ചെയ്യും എന്നും പറയുന്നുണ്ട്. വിയറ്റ്നാമീസ് ഭാഷയിൽ ശത്രുക്കൾക്ക് ഒരു നായയെ കൊടുത്താൽ താമസിയാതെ അവർ ആനയെ വേണമെന്ന് ആവശ്യപ്പെടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇത്തരത്തിൽ പതിയെ പതിയെ സ്ഥാനങ്ങൾ കയ്യേറുന്ന ശത്രുക്കളുടെ സ്വഭാവത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ ക്രീപ്പിംഗ് നോർമാലിറ്റി എന്നും ഫൂട്ട് ഇൻ ദ ഡോർ എന്നും ഡോമിനോ എഫക്റ്റ് എന്നും ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നും പറയാറുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ചീട്ടുകൾ മറിഞ്ഞു വീഴുന്നതിനെയാണ് ഡോമിനോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൽ പൂമ്പാറ്റകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറ്റു മൃഗങ്ങളുടെ വംശനാശത്തിന് കാരണമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ നാണ്യം കുറയുകയും രാജ്യത്തെ സാമ്പത്തിക മേഖല താഴോട്ട് പോവുകയും ചെയ്യുന്നതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈയുടെ ചെറുകടിക്കുന്നത് പോലെ സോഫ്റ്റായ കാര്യങ്ങൾ പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർജന്റീനയിൽ പൂമ്പാറ്റകൾ ചെറുകടിക്കുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പെട്രോളിയം ഷെയറുകളുടെ വില ഇടിയുന്നു എന്നുള്ളത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ബട്ടർഫ്ലൈ എഫക്റ്റ് പഠിച്ച ശാസ്ത്രകാരന്മാർ മുന്നറിയിപ്പ് നൽകുന്നു.